പക്ഷെ അതേപോലെയുള്ള ഒരു പോക്കൃത്തരമാണ് സമസ്ത ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഡെറ്റ് എഫക്റ്റ് എന്താണെന്ന് ഇപ്പോൾ പറയാം. അത് ഷിബിലി ആ ദീപികയുടെ മുഖപ്രസംഗം വായിച്ചു നോക്കി നമ്മൾ ഞെട്ടിപ്പോവും. ദീപിക ഏറ്റവും ആദ്യം പറയുന്നത് ഇത് അവരുമായി ചർച്ച നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ചർച്ചയിൽ അവരുടെ ഏകോപന സമിതി വെച്ച നിർദ്ദേശങ്ങളുടെ പുറത്താണ് ചർച്ച നടത്തുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ മതേതരത്വമില്ലായ്മയാണ് എന്നാണ് പറഞ്ഞേക്കണം. ഇനി അടുത്തൊരു കാര്യം പറയാം. സമസ്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഹിന്ദുക്കൾക്ക് 10 ദിവസം ഓണത്തിന് ലീവുണ്ട്, ക്രിസ്ത്യൻസിന് ക്രിസ്മസിന് ലീവുണ്ടെന്നാണ്. ഓണം എവിടെയാണ് ഷിബിലി ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ളത്? എവിടെയാണ് ക്രിസ്ത്യൻസിൻ്റെ മാത്രമായിട്ട് ക്രിസ്മസ് ഉള്ളത്? ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയമല്ലേ. അപ്പോൾ അതിന് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം സമുദായങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾക്ക് മാത്രം 10 ദിവസം ലീവില്ല എന്നുള്ളതാണ്. ഇതിന് ദീപിക പറഞ്ഞേക്കുന്ന കാര്യം എന്താ പറയുക? ദീപിക അടുത്ത കാര്യം എടുത്തിട്ടേക്കാണ് ഇപ്പം. ഇതാണ് ഈ പ്രശ്നം. മറ്റേ ജോസഫാന്റെ കൈ വെട്ടിയത് കൊണ്ട് ആരെങ്കിലും ഭയന്ന് പിന്നെ പറയാതിരിക്കല്ലേ ഇത് പറച്ചിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് വിഭാഗീയത ആളിക്കത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം